അപ്പോൾ നമ്മൾ 95-ാമത്തെ പേജിലാണ് ടേബിൾ 4.2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് എന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിനോട് കൂടി വെച്ച് വേണം ഈ ഗൈഡ് പഠിക്കുവാനായിട്ട്. ഓക്കെ, സം മസിൽസ് ഇൻ അവർ ബോഡി ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ്, അതായത് നമ്മളുടെ ശരീരത്തിൽ ചില മസിലുകളെ, പേശികളെ നമുക്ക് നിയന്ത്രിക്കാം. ആ മസിലുകൾക്ക് പറയുന്ന പേരാണ് വോളിണ്ടറി മസിൽസ്. ആൻഡ് സം അതേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ്, ചില മസിലുകളെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കില്ല. എങ്ങനെ? അക്കോർഡിംഗ് ടു അവർ വിൽ, നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട്. അപ്പോൾ ചില മസിലുകളെ നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് നിയന്ത്രിക്കാം, ചില മസിലുകളെ നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇൻ വിച്ച് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആർ ഈച്ച് ഓഫ് ദിസ് മസിൽസ് ഫൗണ്ട്, നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്താണ് ഇത്തരത്തിലുള്ള മസിലുകൾ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മസിലുകൾ കാണപ്പെടുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചർച്ചയിലൂടെ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക നമ്മൾ തയ്യാറാക്കണം. അതായത് വി ഹാവ് ടു മേക്ക് എ ഡിസ്കഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ. അപ്പം നമ്മൾ ഒന്നാമത്തേലേക്ക് പോവുകയാണ്. വോളിണ്ടറി മസിൽസ്. വോളിണ്ടറി മസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന മസിലുകളാണ് വോളിണ്ടറി മസിൽസ്. ആ മസിലുകൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? മസിൽസ് ഇൻ ദ ഹാൻഡ്സ്, ലെഗ്, ഫിംഗേഴ്സ് ആർ വോളിണ്ടറി മസിൽസ്. അതായത് നമ്മളുടെ കരങ്ങളിലും കൈകളിലും കാലുകളിലും ഒക്കെയുള്ള മസിലുകളെ നമുക്ക് എന്തെന്ന് പറയാം? വോളിണ്ടറി മസിൽസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഇൻവോളിണ്ടറി മസിൽസ്, അല്ലെങ്കിൽ നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസൃതം അല്ലാതെ പ്രവർത്തിക്കുന്ന മസിലുകൾ. എവിടെയെല്ലാമാണ് ആ മസിലുകൾ കാണപ്പെടുന്നത്? ആ മസിലുകൾ കാണപ്പെടുന്ന പരം മസിൽസ് ഇൻ ദ ഈസോഫോഗസ്, ഈസോഫോഗസിൽ കാണപ്പെടുന്ന മസിലുകൾ, യൂറിനറി സിസ്റ്റത്തിൽ കാണപ്പെടുന്ന മസിലുകൾ, ഹൃദയത്തിൽ കാണപ്പെടുന്ന മസിലുകൾ, ഇവയെല്ലാം ഏതിന് ഉദാഹരണമാണ്? ഇൻവോളിണ്ടറി മസിലിന് ഉദാഹരണമാണ്. ഐ സപ്പോസ് നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 48-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഹൗ ഈസ് ദ ആക്ഷൻ ഓഫ് വോളിണ്ടറി മസിൽസ് കൺട്രോൾഡ്, എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിലെ വോളിണ്ടറി മസിലിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആക്ഷൻ ഓഫ് വോളിണ്ടറി മസിൽസ് ഓഫ് അവർ ബോഡി ആർ കൺട്രോൾഡ് ബൈ ദ അനോട്ടോമിക് നെർവ് സിസ്റ്റം, അതായത് നമ്മളുടെ ശരീരത്തിലെ ഇൻവോളിണ്ടറി മസിലുകൾ എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ശരീരത്തിലെ ഇൻവോളിണ്ടറി മസിലുകൾ, അതായത് നമ്മളുടെ സ്വയേച്ഛയാൽ നിയന്ത്രിക്കപ്പെടാത്ത മസിലുകളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? കൺട്രോൾഡ് ബൈ ഓട്ടോണമിക് നെർവ് സിസ്റ്റം ഇൻ അവർ ബോഡി. നമ്മളുടെ ശരീരത്തിന് ഒരു ഓട്ടോണമിക് നെർവ് സിസ്റ്റം ഉണ്ട്, അതായത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു നെർവ് സിസ്റ്റം ഉണ്ട്. ആ നെർവ് സിസ്റ്റത്തിന്റെ സഹായത്താലാണ്. ഇൻവോളിണ്ടറി മസിൽസ് ഇൻക്ലൂഡ്സ് സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. അതുകൊണ്ട് സ്മൂത്ത് മസിലും കാർഡിയാക് മസിലുമാണ് ഏതിൽ ഉൾപ്പെടുന്നത്? വോളിണ്ടറി മസിൽ ഉൾപ്പെടുന്നത്. അവ ഏതാണ്? ഒരു ഓട്ടോണമിക് നെർവ് സിസ്റ്റം നമ്മളുടെ ശരീരത്തിലുള്ളതുകൊണ്ട് ആ നെർവ് സിസ്റ്റത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇൻവോളിണ്ടറി മസിൽസുകൾ നിയന്ത്രിക്കപ്പെടുന്നതെന്ന്. ഇൻവോളിണ്ടറി മസിലുകൾ നിയന്ത്രിക്കപ്പെടുന്നത് ഒരു ഓട്ടോണമിക് നെർവ് സിസ്റ്റം നമ്മളുടെ ശരീരത്തിലുണ്ടെന്നും ആ ഓട്ടോണമിക് നെർവ് സിസ്റ്റത്താലാണ് ഇൻവോളിണ്ടറി മസിലുകൾ നിയന്ത്രിക്കപ്പെടുന്നതും. ഓക്കെ, ഓട്ടോണമിക് നെർവ് സിസ്റ്റം കൺട്രോൾസ് ദ ഇൻവോളിണ്ടറി മസിൽ സിസ്റ്റം. ഓക്കെ, ഇനി 49-ാമത്തെ ചോദ്യം. വാട്ട് കൈൻഡ് ഓഫ് ആക്ഷൻ ഈസ് ഫോൾഡിംഗ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഹാൻഡ്, ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് എന്ത്? ഫോൾഡിങ്, അതായത് കൈകൾ മടക്കുകയും കൈകൾ നിവർത്തുകയും ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ആക്ഷനാണ്, പ്രവർത്തനമാണ്? ദ ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഹാൻഡ് ഈസ് വോളിണ്ടറി ആക്ഷൻ, അതായത് കൈകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത് ഒരു വോളിണ്ടറി ആക്ഷൻ, അതായത് നമ്മുടെ സ്വയം ഇച്ഛയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവർത്തനം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ബൈ ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് യുവർ ഹാൻഡ്സ് ആൻഡ് അനലൈസിങ് ഇലിസ്ട്രേഷൻ 4.6. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലിസ്ട്രേഷൻ 4.6 നമ്മളോട് അനലൈസ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാണുക, 96-ാമത്തെ പേജിൽ ഒരു ചിത്രീകരണം 4.6 നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ 96-ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ് എന്നുള്ളതാണ് ആ ചിത്രീകരണത്തിന്റെ പേര്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ചിത്രീകരണം കണ്ട് അത് അനലൈസ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ്, അത് മനസ്സിലാക്കേണ്ട എന്താണ്? ആ ചിത്രീകരണം കണ്ടതിന് ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പേശികളുടെ സങ്കോചത്തെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും മനസ്സിലാക്കുക. കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ സങ്കോചം, റിലാക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വികാസം എന്നാണ് അർത്ഥം. അപ്പം പേശികളുടെ സങ്കോചത്തെക്കുറിച്ചും
വികാസത്തെക്കുറിച്ചും നമ്മളോട് മനസ്സിലാക്കുവാനാണ് പറഞ്ഞത്. മനസ്സിലാക്കിയതിന് ശേഷം താഴെ ഇൻഡിക്കേറ്റേഷൻ ഉണ്ട്, അതും നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ എവിടേക്ക് പോവുകയാണ്? ആ പേശികളുടെ ആ ചിത്രത്തിലേക്ക് പോവുകയാണ്. മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ് എന്നുള്ള ആ ചിത്രത്തിലേക്ക് പോവുകയാണ്, ഇലിസ്ട്രേഷനിലേക്ക് പോവുകയാണ്. 4.6 ആദ്യമേ തന്നെ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഒരു ചിത്രം തന്നിട്ട് ചില കാര്യങ്ങൾ, ചില ചിത്രത്തിന്റെ ചില ഭാഗങ്ങളെ അടയാളപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ടെൻഡൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ടെൻഡൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ടെൻഡൻ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ടെൻഡൻ? എ ടെൻഡൻ ഈസ് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. ടെൻഡൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈബർ കൊണ്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്, പരസ്പരം യോജിപ്പിക്കുന്ന ഒരു തന്തുവാണ്. ഓക്കെ, ദാറ്റ് അറ്റാച്ചസ് മസിൽസ് ടു ബോൺസ്. അപ്പൊ ഈ ടെൻഡന്റെ പ്രവർത്തനം എന്താണ്? അത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഫൈബർ പോലെയുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതെന്ത് ചെയ്യുന്നു? നമ്മളുടെ ബോണുകളെ മസിലുകളെയും ബോണുകളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ യോജിപ്പിച്ച് നിർത്തുന്നു. ടെൻഡൻസ് മേ ഓൾസോ അറ്റാച്ച് മസിൽസ് ടു സ്ട്രക്ചേഴ്സ് ആസ് വെൽ ആസ് ഐബോൾ. ഈ ടെൻഡൻസ് അതുപോലെ തന്നെ ശരീരത്തിന്റെ ആ സ്ട്രക്ചറുകളുടെ ഫ്രെയിംവർക്ക്, അതായത് സ്കെൽട്ടൻ സിസ്റ്റത്തോട് യോജിപ്പിച്ച് നിർത്തുകയും മസിലുകളെ യോജിപ്പിച്ച് നിർത്തുകയും അതുപോലെ തന്നെ കണ്ണിന്റെ ഐബോളുകളെ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള സ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നു. അപ്പൊ ടെൻഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്തിനെ? ഈ കലകളെ, മസിൽസിനെ ബോണുമായിട്ട് കളക്ട് ചെയ്ത് നിർത്തുന്ന ഭാഗമാണ്. ഒക്കെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ് കേട്ടോ. ആർക്കെങ്കിലും ഇതിന്റെ ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഫ്ലെക്സോർ മസിൽസ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് മടക്കൽ പേശികൾ. ഓക്കെ, അപ്പൊ എന്താണ് പറയേണ്ടത്? ഫ്ലെക്സോർ മസിൽസ് ആർ എനി ഓഫ് ദ മസിൽസ് ദാറ്റ് decreases the angle between bones on two sides of joint as in bending the elbow or knee. അതായത് ഈ ഫ്ലെക്സോർ മസിൽസുകൾ എന്ന് പറയുന്ന മസിലുകളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ആ ഫ്ലെക്സോറുകൾ എന്താണ് ചെയ്യുന്നത്? അവ കൈകളുടെ ആംഗിൾ, അതായത് ആ കൈകൾക്കുണ്ടാകുന്ന കോണുകളുണ്ടല്ലോ, അവ നമ്മളൊന്ന് മടക്കുമ്പോൾ അറിയാം, നമ്മളുടെ കൈ മടക്കുമ്പോൾ അറിയാമല്ലോ, കൈ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ അടുക്കുവാനായിട്ട് മടക്കുവാനായിട്ട് സഹായിക്കുന്ന മസിലുകളെയാണ് എന്ത് എന്ന് പറയുന്നത്? ഫ്ലെക്സോർ മസിലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലെക്സോർ മസിൽസ് ആർ എനി ഓഫ് ദ മസിൽ. ഫ്ലെക്സോർ മസിൽസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മസിലുകളായിരിക്കാം. ദാറ്റ് ഡിക്രീസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബോൺ ഓൺ ടു സൈഡ്. അതായത് എന്ത് ചെയ്യുന്നു? ബോണുകൾ തമ്മിലുള്ള അകലത്തെ കുറയ്ക്കുന്നു. ഓക്കെ, ആ സൈഡ് ഓഫ് ദ ജോയിന്റ്, രണ്ട് ജോയിന്റുകൾ തമ്മിലുള്ള ദൂരമുള്ള ആ ജോയിന്റുകളെ കുറച്ചെടുക്കുന്നു. അതായത് നമുക്ക് കാണാൻ കൈ മടക്കുമ്പോൾ അറിയാമല്ലോ, ഈ മടക്കുന്ന ഭാഗത്ത് രണ്ട് ജോയിന്റുകൾ തമ്മിലായിട്ട് അടുത്ത് മടങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇതിനെ തന്നെ നമുക്ക് തൊട്ടടുത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്, കൈയുടെ രണ്ട് ഭാഗങ്ങളെ. അപ്പൊ അത്തരത്തിലുള്ള മസിലുകളെ എന്തെന്ന് പറയുന്നു? മടക്കൽ മസിൽ അല്ലെങ്കിൽ ഫ്ലെക്സോർ എന്ന് പറയുന്നു. ഇനി പിന്നെ തന്നിരിക്കുന്ന ഏതാണ്? മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന ഏതാണ്? എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശി. പിന്നെ തന്നിരിക്കുന്ന ഏതാണ്? എക്സ്റ്റൻസർ മസിൽ അല്ലെങ്കിൽ നിവർത്തൽ പേശി. അതിന്റെ പ്രത്യേകത എന്താണ്? എക്സ്റ്റൻഷൻ മസിൽസ് ആർ ഓഫ് ദ മസിൽസ് ദാറ്റ് ഇൻക്രീസ് ദ ആംഗിൾ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ലിംബ് ആസ് ദേ സ്ട്രൈറ്റനിങ് ദ എൽബോ ഓർ നീ ഓർ ബെൻഡിങ് ദ റിസ്റ്റ് ഓർ സ്പൈനൽ ബാക്ക്വേർഡ്. അതായത് ഈ എക്സ്റ്റൻസർ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, അതായത് ദൂരം കൂട്ടുകയാണ്. ഏത് തമ്മിൽ? ഈ ബോണുകൾ തമ്മിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഈ ബോണുകൾ തമ്മിലുള്ള, ലിംബുകൾ തമ്മിലുള്ള ദൂരത്തെ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നതിനെ എക്സ്റ്റൻസർ മസിൽ എന്ന് പറയുന്നു. അപ്പോൾ കുറയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? കുറയ്ക്കുന്നതിനെ ഫ്ലെക്സർ മസിൽസ് എന്ന് പറയുന്നു. ബോണുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന മസിലുകളെ ഫ്ലെക്സർ മസിൽസുകൾ എന്ന് പറയുന്നു. അകലം കൂട്ടുന്ന മസിലുകളെ എക്സ്റ്റൻസർ മസിലുകൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അവസാനമായിട്ട് ആ പാഠഭാഗത്ത് തന്നിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൺസ് എന്നുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് ബോൺസ് എന്ന് പറയുന്നത്? അവർ ബോൺസ് ആർ അവർ ബോഡീസ് മെയിൻ ഫോം ഓഫ് സ്ട്രക്ചറൽ സപ്പോർട്ട്സ്. നമ്മളുടെ ബോണുകളാണ് നമ്മളുടെ ശരീരത്തിന്റെ മെയിൻ ആയിട്ടുള്ള, മുഖ്യമായിട്ടുള്ള സ്ട്രക്ചറൽ സപ്പോർട്ട് തരുന്നത്. ദേ ആർ മെയ്ഡ് ഓഫ് ഹാർഡ് സ്ട്രോങ് ടിഷ്യൂസ്. അവ വളരെ കട്ട് കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള ടിഷ്യൂ കൊണ്ട് അല്ലെങ്കിൽ കലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഗീവ്സ് അവർ ബോഡി ഇറ്റ്സ് ഷേപ്പ് ആൻഡ് ഹെൽപ്പ് us ടു മൂവ്. അത് നമ്മളുടെ ശരീരത്തിന് എന്ത് നൽകുന്നു? ഷേപ്പ് നൽകുന്നു, രൂപം നൽകുന്നു. അതുപോലെ തന്നെ അവ നമുക്ക് ചലിക്കുവാനായിട്ടും സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഏതായ കൈകളുടെ ചലനം എന്നുള്ള ആ ഭാഗം ചിത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ
പാർട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ടെൻഡൻ എന്ന് എഴുതണം, മടക്കൽ പേശി എന്ന് എഴുതണം, നിവർത്തൽ പേശി എന്ന് എഴുതണം. അതായത് ടെൻഡൻ, ഫ്ലെക്സോർ മസിൽസ്, എക്സ്റ്റൻസർ മസിൽസ്, ഇത്തരത്തിലുള്ള മസിലുകളുടെ പ്രവർത്തന ഫലമായാണ് നമ്മളുടെ കരങ്ങൾ ചലിക്കുന്നത്. ഓക്കെ, ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോയിൽ.